മറയേണ്ടതോർത്ത് ചന്ദ്രനക്ഷത്രാദികൾ വിതുമ്പുമ്പോൾ മാറ്റമില്ലാതെങ്ങും വിരാജിക്കും ദൈവമേ, അങ്ങയെ വാഴ്ത്തുന്നു ഞങ്ങൾ. ഉദിച്ചെങ്ങും പ്രഭതൂകും പാരിലെ സൂര്യരശ്മിയേക്കാൾ പ്രശോഭിച്ചെന്നും പ്രസാദമേകുന്ന ദൈവമേ, അങ്ങേ മഹിമാവെത്ര മനോജ്ഞം. യേശുവിൽ എത്രയും സ്നേഹമുള്ളവരെ, നിങ്ങളെല്ലാവരെയും യേശുനാമത്തിൽ സന്തോഷത്തോടുകൂടെ പ്രഭാത വിരുന്നിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. എല്ലാവർക്കും നല്ല ഒരു ദിവസം ആശംസിക്കുകയാണ്. വചനം കേട്ടുകൊണ്ടും വചനം ഗ്രഹിച്ചുകൊണ്ടും വചനം ജീവിച്ചുകൊണ്ടും ഇന്നത്തെ ഈ ദിവസം തുടങ്ങാൻ ഈശോ നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. അതോടൊപ്പം തന്നെ പ്രഭാത വിരുന്ന് എന്ന ശുശ്രൂഷയുടെ സ്വർഗീയ മധ്യസ്ഥയെ പരിശുദ്ധ അമ്മയുടെ ശക്തമായ മാധ്യസ്ഥ സഹായവും നമുക്ക് അപേക്ഷിക്കാം. പ്രത്യേകിച്ച് നമുക്കറിയാമല്ലോ, അമ്മയാണ് വചനത്തെ ആദ്യമേ സ്വീകരിച്ചത്, അല്ലേ? ശരീരം കൊണ്ടും അമ്മയുടെ ഹൃദയം കൊണ്ടും ആത്മാവ് കൊണ്ടുമൊക്കെ ആദ്യം സ്വീകരിച്ചവളാണ് പരിശുദ്ധ അമ്മ. അപ്പോൾ അമ്മയുടെ ശക്തമായ സഹായം നമുക്ക് അപേക്ഷിച്ചുകൊണ്ട് നമുക്കൊന്നു ചേർന്ന് നന്മ നിറഞ്ഞ മറിയമേ എന്നുള്ള പ്രാർത്ഥന ചൊല്ലി ആരംഭിക്കാം. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പ്രിയമുള്ളവരെ, പരിശുദ്ധമ്മയുടെ സഹായത്തോടൊപ്പം തന്നെ നമുക്ക് വളരെ പ്രത്യേകിച്ച് പരിശുദ്ധാത്മാവിൻ്റെ കൂടി സഹായം അപേക്ഷിക്കാം. കാരണം വചനം കൂടുതൽ കാര്യമായിട്ട് ഗ്രഹിക്കാനായിട്ട് സഹായിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. അപ്പോസ്തലന്മാരുടെ മേൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നപ്പോഴാണ് അവർക്ക് വചനം വളരെ തീക്ഷ്ണതയോടുകൂടി പ്രഘോഷിക്കാനുള്ള ഒരു വലിയൊരു കഴിവ് കിട്ടിയത്. അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ വലിയൊരു ഇടപെടൽ നമ്മളുടെ മേൽ ഈ വചനം കേൾക്കുമ്പോൾ ഉണ്ടാകട്ടെ. അതോടൊപ്പം തന്നെ നമുക്കൊരു നിയോഗം വെക്കാനുള്ളത്, നമ്മളൊക്കെ കുറേ പേര് സങ്കടത്താൽ കഴിയുന്നവരാണ്, അല്ലെ? നമ്മളുടെ ജീവിതം എന്തേ ഇങ്ങനെ എന്നൊക്കെ ചിന്തിക്കുന്നവരാണ് നമ്മൾ. എന്തുകൊണ്ട് ഇങ്ങനെ? അങ്ങനെ ആരെങ്കിലുമൊക്കെ നമ്മുടെ ഓർമ്മയിലുണ്ടെങ്കിൽ നമുക്ക് അവരെ സമർപ്പിക്കാം. വളരെ പ്രത്യേകിച്ച് നിഷേധത്തോടുകൂടി കഴിയുന്നവരൊക്കെ ഉണ്ടാകും. നിഷേധം എന്ന് പറഞ്ഞാൽ ഒന്നിനും കഴിയില്ലാത്ത അവസ്ഥയിൽ മടി അങ്ങനെ കഴിയുന്നവരൊക്കെ ഉണ്ട്. നമ്മുടെ യുവാക്കളൊക്കെ ഇഷ്ടമാതിരിയുണ്ട്. അങ്ങനെയൊക്കെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ പ്രത്യേകം നമുക്ക് സമർപ്പിക്കാം. അതൊരു നിയോഗമായിട്ട് വെക്കുക നമ്മൾ ഇന്ന് വചനം കേൾക്കുമ്പോൾ. പരിമളത്തിനുറവയാം നറുസൗരഭ്യമാകട്ടെ ഞങ്ങളുമീ മണ്ണിൽ. തെരഞ്ഞെടുത്തിരിക്കുന്ന വചനം പൗലോസ് അപ്പോസ്തലൻ എഫേസുസുകാർക്ക് എഴുതിയ ലേഖനത്തിൻ്റെ 2-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യമാണ്. വചനം ഇങ്ങനെയാണ്: നാം ദൈവത്തിൻ്റെ കരവേലയാണ്, നാം ചെയ്യാൻ വേണ്ടി ദൈവം മുൻകൂട്ടി ഒരുക്കിയ സത്പ്രവൃത്തികൾക്കായി യേശു ക്രിസ്തുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാണ് നമ്മൾ. ഈ വചനം പ്രത്യേകിച്ച് എഫേസ്യർക്കുള്ള ലേഖനത്തിൻ്റെ 2:10 തിരഞ്ഞെടുക്കാനുള്ള ഒരു കാരണമുണ്ട്. അതായത് ഒരു സ്ഥലത്ത് കാണാനിടമായ ചെറിയൊരു വാക്യമുണ്ട്: യു ആർ ക്രിയേറ്റഡ് ഫോർ സംതിങ്. യു ആർ ക്രിയേറ്റഡ് ഫോർ സംതിങ്. നീ എന്തിനൊക്കെയോ വേണ്ടി സൃഷ്ടിക്കപ്പെട്ടവനാണ്.
നീ എന്തിനൊക്കെയോ വേണ്ടി സൃഷ്ടിക്കപ്പെട്ടവനാണ്. യു ആർ ക്രിയേറ്റഡ് ഫോർ സംതിങ്. ഈ സംതിങ് എന്തിനൊക്കെയോ, ആ സംതിങ്ങിൻ്റെ ഭാഗത്ത് നമുക്ക് എന്തു വേണേലും ചേർക്കാം. ഇന്ന കാര്യത്തിന് വേണ്ടി ദൈവം എന്നെ സൃഷ്ടിച്ചിരിക്കുന്നു. അപ്പോൾ വ്യക്തിപരമായിട്ട് അച്ഛൻ ചിന്തിക്കുമ്പോൾ, ഞാൻ ചിന്തിക്കുമ്പോൾ, ഒരു പുരോഹിതനാകാൻ വേണ്ടി ദൈവം എന്നെ സൃഷ്ടിച്ചിരിക്കുന്നു. അല്ലെങ്കിൽ അൽമായരെ എടുക്കുമ്പോഴേക്കും ഞാനൊരു അൽമായ ജീവിതം, വിവാഹ ജീവിതം നയിച്ച് കുടുംബത്തെ നോക്കുവാൻ വേണ്ടി, പരിപാലിക്കാൻ വേണ്ടി ദൈവം എന്നെ സൃഷ്ടിച്ചിരിക്കുന്നു. യു ആർ ക്രിയേറ്റഡ് ഫോർ സംതിങ്. വേറെ എന്തെങ്കിലും തരത്തിലാണെങ്കിൽ ഒരു കന്യാസ്ത്രീനെടുത്താൽ, ഒരു കന്യാസ്ത്രീയായിട്ട് യേശുവിന് സമൂഹത്തെ, അവരുടെ സഭയെ സേവനം ചെയ്യാൻ ദൈവം എന്നെ സൃഷ്ടിച്ചു വിളിച്ചിരിക്കുന്നു. യു ആർ ക്രിയേറ്റഡ് ഫോർ സംതിങ്. എന്നെ ദൈവം സൃഷ്ടിച്ചിരിക്കുന്നതിൽ ഒരു കാര്യമുണ്ട്, ഒരു കാരണമുണ്ട്. അങ്ങനെ അതിനോട് ചേർന്ന് നമുക്ക് ചിന്തിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് യു ആർ നോട്ട് എ ആക്സിഡൻറ്റ്. യു ആർ നോട്ട് എ ആക്സിഡൻറ്റ് എന്ന് പറഞ്ഞാൽ നീ ഒരു അവിചാരിതമായിട്ടുള്ളൊരു ജനനമല്ല. അല്ലെങ്കിൽ ആക്സിഡൻറ്റിൻ്റെ മലയാളം വാക്യം അവിചാരിതമായിട്ട് സംഭവിക്കുന്നത് അല്ലേ. നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാതെ സംഭവിക്കുന്നതാണ് ആക്സിഡൻ്റ് എന്ന് പറയുന്നത്. നമ്മൾ റോഡിലൂടെയൊക്കെ പോകുമ്പോഴേക്കും ആക്സിഡൻറ്റ് കാണാറുണ്ട്, വാഹന അപകടങ്ങൾ. അത് ആരും ഒരിക്കലും വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ കരുതിക്കൂട്ടി പ്ലാൻ ചെയ്ത് വന്ന് ഇന്ന സ്ഥലത്ത് വരുമ്പോഴേക്കും അപകടം ഉണ്ടാകണമെന്ന് പറഞ്ഞ് വരുന്നതല്ല. അത് അവിചാരിതമായിട്ട് സംഭവിക്കുന്നതാണ് ആക്സിഡൻറ്റ്. അപ്പോൾ യു ആർ ക്രിയേറ്റഡ് ഫോർ സംതിങ്. നീ എന്തിനൊക്കെയോ വേണ്ടി സൃഷ്ടിക്കപ്പെട്ടവനാണ്. അതിന് നേരെ ഓപ്പോസിറ്റും ചേർത്ത് വെച്ചും വായിക്കണം. യു ആർ നോട്ട് ആൻ ആക്സിഡൻറ്റ് എന്ന് പറഞ്ഞാൽ നീ അവിചാരിതമായിട്ട് ജനിക്കപ്പെട്ടവനല്ല, അല്ലെങ്കിൽ സംഭവമായി മാറിയവനല്ല. എന്ന് വെച്ചാൽ ഒരു പദ്ധതിയുണ്ട്, ദൈവത്തിന് ഒരു പദ്ധതിയുണ്ട്. അത് വളരെ വിശുദ്ധ ഗ്രന്ഥം നമ്മൾ വായിക്കുമ്പോഴേക്കും ഉൽപ്പത്തി മുതൽ വെളിപാട് എല്ലാ 73 പുസ്തകങ്ങളിലൂടെയും കടന്നു പോകുമ്പോഴേക്കും ദൈവം വ്യക്തമാക്കി പറയുന്നുണ്ട്, ഐ ഹാവ് എ പ്ലാൻ ഫോർ യു. എനിക്ക് നിൻ്റെ മേലെ ഒരു പദ്ധതിയുണ്ട്. അതായത് നമ്മൾ ആർക്കും വേണ്ടാത്ത, എല്ലാവരാലും ഉപേക്ഷിക്കപ്പെട്ട ഒരു കഥാപാത്രമല്ല ഞാൻ എന്നുള്ളൊരു ചിന്ത നമ്മളിലേക്ക് വരണം. നമ്മൾ ചിലരുടെയൊക്കെ സംസാരം കേട്ടാൽ ഒരു വേസ്റ്റ് ജീവിതം അല്ല, ചിലർ വർത്തമാനം കേട്ടാൽ ഞാനൊരു വേസ്റ്റാണ്. അതായത് ഒരു വേറൊരു നല്ല വാക്കാണ് ഞാനൊരു പാഴ്ജന്മം. ചിലരൊക്കെ അങ്ങനെയാണ് ചിന്തിക്കുന്നത്. ഞാനൊരു പാഴ്ജന്മം, ഞാനൊരു വേസ്റ്റാണ്, ഞാൻ ആർക്കും വേണ്ടാത്തവനാണ്, ആർക്കും എന്നെ വേണ്ട. അപ്പോൾ വീട്ടുകാരുടെ ഒരു എണ്ണം എടുത്തിട്ട് അയാൾക്കും വേണ്ട, ഇവൾക്കും വേണ്ട, അവനും വേണ്ട, അപ്പനും വേണ്ട, അമ്മയ്ക്കും വേണ്ട, ഭർത്താവിനും വേണ്ട, ഭാര്യയ്ക്കും വേണ്ട, അങ്ങനെ ആർക്കും വേണ്ടാത്തൊരു ജന്മമാണെന്ന് ചിന്തിച്ച് ജീവിതം കളയുന്ന കുറേ പേര് നമ്മുടെ സമൂഹത്തിലുണ്ട്. അതുകൊണ്ട് യേശുനാഥൻ നമ്മൾ പഴയ നിയമ പുസ്തകത്തിലൂടെയും പുതിയ നിയമ പുസ്തകത്തിലൂടെയും കടന്നു പോകുമ്പോഴേക്കും പ്രത്യേകിച്ച് കർത്താവ് പറയുന്നത്, ഐ ഹാവ് എ പ്ലാൻ ഫോർ യു. എനിക്ക് നിൻ്റെ മേലെ ഒരു പദ്ധതിയുണ്ട്. നമ്മളത് വിശ്വസിക്കണം. നമ്മൾ വെറുതെ എൻ്റെ പൊട്ട ബുദ്ധിയിൽ, എൻ്റെ പൊട്ട ചിന്തയിൽ അത് നമ്മൾ വെറുതെ ഉണ്ടാക്കിയെടുക്കുന്ന ചില മിഥ്യാധാരണകളാണ്. ഞാൻ കൊള്ളില്ലാത്തവനാണ്. കർത്താവ് എനിക്ക് വ്യക്തമായിട്ടുള്ളൊരു പദ്ധതിയുണ്ട്. ഐ ഹാവ് ക്ലിയർ കട്ട് പ്ലാൻ ഫോർ യു. ക്ലിയർ ആയിട്ടുള്ള, വെറുതെ ഇങ്ങനെ മങ്ങിക്കാണുന്നൊരു കാഴ്ചപ്പാടല്ല അത്. പ്രിയമുള്ള ഓർക്കുക, പലപ്പോഴും നിഷേധം കാരണം, എൻ്റെ വ്യക്തിപരമായ സ്വാർത്ഥത കാരണം ഞാൻ നിഷേധിച്ച് കളയുന്നതല്ലാതെ നമ്മൾ ആരെയും ദൈവം നഷ്ടപ്പെടുത്തില്ല. അതുകൊണ്ട് തന്നെയാണ് സങ്കീർത്തനം 139:14 വാക്യത്തിൽ അങ്ങ് എന്നെ വിസ്മയകരമായി സൃഷ്ടിച്ചിരിക്കുന്നു. അങ്ങ് എന്നെ വിസ്മയകരമായി സൃഷ്ടിച്ചിരിക്കുന്നു. ഇപ്പം ദൈവം എന്നെ ഒരു പുരോഹിതനായിട്ട് വിളിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ആ വിളിയെ അക്സെപ്റ്റ് ചെയ്യണം, ഞാനതിനെ സ്വീകരിക്കണം. ഞാൻ ഇന്ന് ഇവിടെ നിന്ന് ഈ വചനം പറയുമ്പോഴേക്കും
അത് ദൈവം എന്നെ ഏർപ്പെടുത്തിയതാണെന്നും ഈ ചിന്ത ദൈവം തരുന്നതാണെന്നും എന്നിലൂടെ ദൈവം സംസാരിക്കുന്നതാണെന്നും ഞാൻ അക്സെപ്റ്റ് ചെയ്യണം. അപ്പോഴേക്കും ദൈവം എന്നെ ക്രിയേറ്റ് ചെയ്തതിൽ എന്തൊക്കെയോ നന്മയുണ്ടെന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മൾ കുറേ കാര്യങ്ങളൊക്കെ ദൈവത്തിന് വിട്ടുകൊടുക്കണം. നമ്മൾ വെറുതെ ചിന്തിച്ച് കൂട്ടി നമുക്ക് ആർക്കും കൊള്ളില്ലാത്തവനാണ്, ഐ ആം എ വേസ്റ്റ്, ഞാനൊരു ആർക്കും വേണ്ടാത്ത ഒരു പാഴ്ജന്മമാണെന്നുള്ള ഒരു ചിന്തയിലേക്ക് വരുമ്പോഴാണ് നമ്മൾ വളരെ 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 ഡിപ്രസ്ഡായി വിഷാദത്തിലേക്കും വല്ലാത്ത മൂഡ് ചേഞ്ചിലേക്കും വല്ലാത്ത രോഗാവസ്ഥയിലേക്ക് പോകുന്നത്. നിങ്ങളൊന്ന് ഏറ്റവും വലിയൊരു ബെസ്റ്റ് എക്സാമ്പിൾ എന്ന് പറയുന്നത് നമ്മുടെ പ്രകൃതിയാണ്. സങ്കീർത്തനം വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്, മനുഷ്യൻ എന്ന് പറഞ്ഞാൽ സൃഷ്ടിയുടെ മകുടമാണ്. ദൈവം സൃഷ്ടിച്ചതിൽ വെച്ച് സൃഷ്ടിയുടെ മകുടമാണ് മനുഷ്യൻ. ആ മനുഷ്യനെ കുറിച്ച് കർത്താവിന് പദ്ധതിയുണ്ട്, കർത്താവിന് പ്ലാനുണ്ട്. യേശു തമ്പുരാൻ പറഞ്ഞില്ല, ആകാശത്തിലെ പറവകളെ നോക്കുക, അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, എങ്കിലും കർത്താവ് അതുങ്ങളെ പാലിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ സൃഷ്ടിയുടെ മകുടമായ നമ്മളെ കർത്താവ് എത്ര കാര്യമായിട്ട് പാലിക്കേണ്ടതാണ്. എന്തുകൊണ്ടാണ് യൂദാസ്കറിയോത്തേക്ക് അങ്ങനെ പറ്റിപ്പോയത്? കാരണം അത് അവൻ്റെ നിഷേധമാണ്, കർത്താവിൻ്റെ പദ്ധതിയല്ല അത്. യൂദാസ്കറിയോത്ത് തന്നെ ഒറ്റിക്കൊടുക്കണമെന്ന് കർത്താവ് പറഞ്ഞിട്ടില്ല. അവിടെ ഒറ്റിക്കൊടുക്കാൻ വേണ്ടി ആരെങ്കിലും മതിയായിരുന്നു. പക്ഷെ യൂദാസ്കറിയോത്ത് വ്യക്തിപരമായിട്ട് തീരുമാനമെടുത്തു, ഇന്ന നേട്ടത്തിന് വേണ്ടി ഞാൻ കർത്താവിന് ഒറ്റിക്കൊടുക്കും. യേശു തമ്പുരാൻ അത് അക്സെപ്റ്റ് ചെയ്ത്, നീ ഒറ്റിക്കൊടുക്കാൻ വന്നാണ്, അത് ചെയ്തോ, ഞാനെന്ത് പറയാനാ, അല്ലേ? നീ എന്നെ ഒറ്റിക്കൊടുക്കരുതുമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷെ നിന്റെ തീരുമാനമാണ് നീ ഒറ്റിക്കൊടുക്കുക എന്നത്, അല്ലേ? അപ്പോൾ ദൈവത്തിൻ്റെ പദ്ധതി യൂദാസിൻ്റെ മേലുണ്ടായിരുന്നത് യൂദാസ് തന്നെ നിഷേധിച്ചു. അവൻ തൻ്റെ വ്യക്തി സ്വാതന്ത്ര്യത്തിൽ കുറച്ച് പണത്തിന് വേണ്ടി അവൻ ദൈവത്തിൻ്റെ പദ്ധതിയെ അങ്ങോട്ട് മാറ്റിവെച്ച് സ്വയമേ ഉണ്ടാക്കിയെടുത്ത പദ്ധതിയിലേക്ക് കടന്നു കയറി അവസാനം എന്ത് സംഭവിച്ചു എന്ന് നമുക്ക് അറിയാം. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള കർത്താവിന് വ്യക്തമായ ഒരു പദ്ധതി. നിങ്ങൾ പ്രകൃതിയിലേക്ക് നോക്കുക, അല്ലേ? ദൈവം സൃഷ്ടിച്ച എല്ലാ ജീവജാലങ്ങൾക്കും അതിൻ്റെതായ പർപ്പസ് ഉണ്ട്, അതിൻ്റെതായ ഉപയോഗം, അതിൻ്റെതായ ലക്ഷ്യമുണ്ട്. നമ്മൾ എന്തിനാണ് പറയുന്നത്, നമ്മുടെ വീടിൻ്റെ കോമ്പൗണ്ടിലൊക്കെ ഉള്ള വൃക്ഷങ്ങളെ നോക്കുക. ദൈവം ആ വൃക്ഷങ്ങളെ നട്ട് നനച്ച് ആദ്യം മുതലേ വളർത്തി അതിന് വിവിധ സ്ഥലങ്ങളിലേക്ക്, വിവിധ കാറ്റഗറിയിൽ, വിവിധ വിഭാഗത്തിലേക്ക് അതിനെ വളർത്തിക്കൊണ്ട് വരുമ്പോഴേക്കും അതിൻ്റെ പല ലക്ഷ്യങ്ങളിൽ ഒരെണ്ണമാണ് മനുഷ്യന് ശ്വസിക്കുവാനായിട്ട് ഓക്സിജൻ ഈ മരങ്ങൾ വഴി പ്രൊവൈഡ് ചെയ്യുക എന്നത്, കൊടുക്കുക എന്നത്. അതൊരു ദൈവത്തിൻ്റെ പദ്ധതിയാണത്. അപ്പോൾ മനുഷ്യന് ശ്വസിക്കാനായിട്ട് ഓക്സിജൻ നൽകാനായിട്ട് കൂടി ദൈവം മരങ്ങളെ സൃഷ്ടിച്ചു. കർത്താവിൻ്റെ പദ്ധതിയാണ്. മരങ്ങൾ പറയണേണ്, ഞങ്ങളിനി ഓക്സിജൻ പ്രൊവൈഡ് ചെയ്യുന്നില്ല, കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞാൽ മനുഷ്യരെന്ത് ചെയ്യും, അല്ലേ? നമ്മൾ ബുദ്ധിമുട്ടി പോവും, നമുക്ക് നിലനിൽപ്പുണ്ടാകില്ല. അപ്പോൾ കർത്താവിൻ്റെ പദ്ധതിക്കനുസരിച്ച് പ്രകൃതി തിരിഞ്ഞാൽ നമുക്ക് നിലനിൽപ്പില്ല. അതുകൊണ്ടാണ് ദൈവം തമ്പുരാൻ പറഞ്ഞത്, മക്കളെ, നിങ്ങളെക്കുറിച്ച് എനിക്കൊരു പദ്ധതിയുണ്ട്. യു ആർ ക്രിയേറ്റഡ് ഫോർ സംതിങ്. നീ ജീവിക്കുന്നതിൽ നിനക്കൊരു പദ്ധതി ഉണ്ടാകണം, അതനുസരിച്ച് നീ ജീവിക്കണം. നമുക്ക് വളരെ അതിശയകരമായിട്ട് തോന്നും, നമ്മുടെ തേനീച്ചകൾ, ഇത്തിരി സയൻസ് കയറി വരുന്നതേ ഉള്ളൂ, തേനീച്ചകൾ പരാഗണം നടത്തുന്നില്ലെങ്കിൽ മനുഷ്യന് നിലനിൽപ്പില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര പേർക്ക് വിശ്വസിക്കാൻ പറ്റും? ഈ ലോകത്തുള്ള എല്ലാ തേനീച്ചകളും കരുതി ഞങ്ങൾ ഇനി മുതൽ പരാഗണം നടത്തുന്നില്ല. പരാഗണം നടത്തുന്നത് എപ്പോഴാണ്? തേൻ ശേഖരിക്കാനായിട്ട് ഒരു പൂവിൽ നിന്ന് അവിടെ വന്നിരുന്ന് അതിൻ്റെ തേൻ നുകർന്നിട്ട് അടുത്ത പൂവിലേക്ക് അത് പോകുമ്പോഴാണ് പരാഗണം സംഭവിക്കുന്നത്. ആ പരാഗണത്തിലൂടെയാണ് സസ്യലതാദികൾ അടുത്ത ജന്മത്തിലേക്ക് പോകുന്നത്. അപ്പോൾ തേനീച്ചകൾ ഞങ്ങൾ ഇനി മുതൽ പരാഗണം നടത്തുന്നില്ല.
അപ്പോൾ ഈ ചെറിയൊരു ഒരു തേനീച്ചയെ കൊണ്ട് കർത്താവിന് ഇത്രയും പ്രയോഗമുണ്ടെങ്കിൽ, കർത്താവിന് ഇത്രയും ആവശ്യമുണ്ടെങ്കിൽ, സൃഷ്ടിയുടെ മകുടമായ നമ്മളെ കൊണ്ട് കർത്താവിന് എന്തോരം ആവശ്യങ്ങളുണ്ട്. ഓരോ പുൽനാമ്പിനെ കൊണ്ടും കർത്താവിന് ആവശ്യമുണ്ടെങ്കിൽ, കർത്താവ് തൻ്റെ സ്വന്തം ഛായയിലും സാത്തി സൃഷ്ടിച്ച മനുഷ്യനെ കൊണ്ട് എന്തോരം ആവശ്യമുണ്ടാവും. അതാണ് യേശു പറയുക, ഐ ഹാവ് എ പ്ലാൻ ഫോർ യു, എനിക്ക് നിന്നെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്. ആ പദ്ധതിക്ക് നീ വിലങ്ങുതടിയായി നിൽക്കരുത്. നിന്റെ നാശത്തിന് വേണ്ടിയുള്ളതല്ല, നിന്റെ ക്ഷേമത്തിന് വേണ്ടിയുള്ള പദ്ധതി എന്നാണ് വചനം പറയുക. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ളവരെ, നമ്മൾ ഈ വചനം കേൾക്കുമ്പോഴേക്കും നമ്മളെ മനസ്സിലൊന്ന് പതിപ്പിക്കുക, ഹൃദയത്തിലൊന്ന് പതിപ്പിക്കുക. എന്തെന്നാണ്? കർത്താവിന് എന്നെക്കുറിച്ചൊരു പ്ലാനുണ്ട്. യു ആർ ക്രിയേറ്റഡ് ഫോർ സംതിങ്. നിന്നെ സൃഷ്ടിച്ചിരിക്കുന്നതിന് ഒരു ഉദ്ദേശമുണ്ട്. ആ ഉദ്ദേശം കർത്താവിൻ്റെ പദ്ധതിയാണ്. അതനുസരിച്ച് ജീവിക്കാൻ ഈശോ നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം, ആശംസിക്കാം. ആബാ പിതാവേ, സ്നേഹാഗ്നിയാൽ ജ്വലിക്കട്ടെ മക്കളാ ഞങ്ങളെല്ലാം. സ്നേഹമുള്ളവരെ, നമുക്ക് അല്പനേരം പ്രാർത്ഥനയോടുകൂടി കടന്നു പോവാം. നമ്മളിന്ന് ഈ കേട്ട വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ കർത്താവ് എന്നെ സൃഷ്ടിച്ചിരിക്കുന്നത്, ചുരുക്കി പറഞ്ഞാൽ കർത്താവിന് വേണ്ടി വേല ചെയ്തുകൊണ്ട് എൻ്റെ ഉത്തരവാദിത്തങ്ങൾ കുടുംബത്തിൽ നിർവഹിക്കുന്നതിന് വേണ്ടിയാണ്. ആ ഒരു ചിന്തയിലേക്കും ആ ഒരു വികാരത്തിലേക്കും ആ ഒരു മനോഭാവത്തിലും ജീവിക്കാൻ ഈശോ നമ്മളെ സഹായിക്കുന്ന പ്രത്യേകം പ്രാർത്ഥിക്കാം. വളരെ പ്രത്യേകിച്ച് സർവശക്തനായ ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, അങ്ങയുടെ ഹിതമനുസരിച്ച് ജീവിക്കാൻ ഞങ്ങളെ ഒരുക്കണമെന്ന്. പരിശുദ്ധ അമ്മയുടെ, വിശുദ്ധ യൗസപിതാവിൻ്റെ, സകല വിശുദ്ധന്മാർ, എല്ലാ സ്വർഗവാസികളും, എല്ലാ മാലാഖമാർ, കെരൂബുകൾ, സെറാഫിമുകൾ, കാവൽ മാലാഖമാർ എന്നിവരെല്ലാവരുടെയും വലിയ സംരക്ഷണം നമ്മുടെ മേലുണ്ടാകട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കാം. നമ്മുടെ നാമത്തിലുള്ള വിശുദ്ധൻ, വിശുദ്ധ, നമ്മുടെ ഇടവക ദേവാലയത്തിൻ്റെ വിശുദ്ധൻ, വിശുദ്ധ, അവരെല്ലാവരും പ്രത്യേകമായ മാധ്യസ്ഥ സഹായം ഏറ്റവും ശരിയായ രീതിയിൽ കർത്താവിൻ്റെ ഹിതമനുസരിച്ച് പദ്ധതിക്ക് യാതൊരുവിധ ഭംഗവും വരാതെ ജീവിക്കാൻ ഈശോയെ ഞങ്ങളെല്ലാവരെയും ഇവരെല്ലാവരും മാധ്യസ്ഥ ശക്തിയാൽ കനിഞ്ഞ് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുരളയണമേ. ആമേൻ. സീനായ് മലയുടെ മുകളിൽ നിന്നും ദൈവത്തിൻ തിരുവചനം, നിനക്കു ഞാനല്ലാതൊരു ദൈവം വേറില്ലീയുലകിൽ. സീനായ് മലയുടെ മുകളിൽ നിന്നും ദൈവത്തിൻ തിരുവചനം, നിനക്കു ഞാനല്ലാതൊരു ദൈവം വേറില്ലീയുലകിൽ. സർവശക്തനായ ദൈവമേ, സർവധിപനാം ദൈവമേ, സൈന്യങ്ങൾ തൻ ദൈവമേ, സത്യമപൂർണ്ണ ദൈവമേ. സർവശക്തനായ ദൈവമേ, സർവധിപനാം ദൈവമേ, സൈന്യങ്ങൾ തൻ ദൈവമേ, സത്യമപൂർണ്ണ ദൈവമേ.
അനാദികാലം മുൻപേ നിന്നെ അറിഞ്ഞിരുന്നു ഞാൻ. അനന്ത സ്നേഹം കനിഞ്ഞു നൽകി മെനഞ്ഞു നിന്നെ ഞാൻ. അനാദികാലം മുൻപേ നിന്നെ അറിഞ്ഞിരുന്നു ഞാൻ. അനന്ത സ്നേഹം കനിഞ്ഞു നൽകി മെനഞ്ഞു നിന്നെ ഞാൻ. അലിവേറും എൻ കാരുണ്യം അറിഞ്ഞിടേണം നീ. നിനക്കു ഞാനല്ലാതൊരു ദൈവം വേറില്ലീ ഉലകിൽ. സർവശക്തനായ ദൈവമേ, സർവാധിപനാം ദൈവമേ, സൈന്യങ്ങൾ തൻ ദൈവമേ, സത്യമപൂർണ്ണ ദൈവമേ. കൺമണിയായി കരുതി നിന്നെ കാത്തു പുലർത്തി ഞാൻ. കനിവിൻ സ്നേഹപാലമൃതേകി പോറ്റി വളർത്തി ഞാൻ. കൺമണിയായി കരുതി നിന്നെ കാത്തു പുലർത്തി ഞാൻ. കനിവിൻ സ്നേഹപാലമൃതേകി പോറ്റി വളർത്തി ഞാൻ. മറന്നിടാതെൻ വാത്സല്യം നുകർന്നിടേണം നീ. നിനക്കു ഞാനല്ലാതൊരു ദൈവം വേറില്ലീ ഉലകിൽ. സീനായ് മലയുടെ മുകളിൽ നിന്നും ദൈവത്തിൻ തിരുവചനം. നിനക്കു ഞാനല്ലാതൊരു ദൈവം വേറില്ലീ ഉലകിൽ. സീനായ് മലയുടെ മുകളിൽ നിന്നും ദൈവത്തിൻ തിരുവചനം. നിനക്കു ഞാനല്ലാതൊരു ദൈവം വേറില്ലീ ഉലകിൽ. സർവശക്തനായ ദൈവമേ, സർവാധിപനാം ദൈവമേ, സൈന്യങ്ങൾ തൻ ദൈവമേ, സത്യമപൂർണ്ണ ദൈവമേ. സർവശക്തനായ ദൈവമേ, സർവാധിപനാം ദൈവമേ, സൈന്യങ്ങൾ തൻ ദൈവമേ, സത്യമപൂർണ്ണ ദൈവമേ. സ്നേഹമുള്ളവരെ, നമുക്ക് കർത്താവിൻ്റെ ആശീർവാദം നമുക്കിപ്പോൾ സ്വീകരിക്കാം. കർത്താവിൻ്റെ ആശീർവാദം നമ്മളെ കൂടുതൽ ശക്തിപ്പെടുത്തട്ടെ, ബലപ്പെടുത്തട്ടെ. കാരണം ഒരു ദിവസത്തിൻ്റെ ആരംഭം നമുക്കൊരു ആശീർവാദം കിട്ടുക എന്ന് പറഞ്ഞാൽ അതൊരു നമുക്ക് ബലമാണ്, അല്ലേ? നമ്മൾ കുട്ടികളൊക്കെ സ്കൂളിൽ പോകുമ്പോൾ രാവിലെ അമ്മമാർ നെറ്റിയിലൊരു കുരിശു വരച്ച് കൊടുക്കുന്നത് അതൊരു പവറാണ്, ശക്തിയാണ്, അതൊരു ബലമാണ്. അതേപോലെ നമുക്കൊരു ആശീർവാദം സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ വലിയൊരു ശക്തിയാണ്. അപ്പം നമ്മൾ ഇന്ന് ആശീർവാദം സ്വീകരിക്കുന്ന പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പയോടൊപ്പം തന്നെ എല്ലാ കാർഡിനൽമാർ, എല്ലാ ബിഷപ്പുമാർ, എല്ലാ സന്യാസികൾ, ആത്മായ സമൂഹങ്ങൾ എല്ലാവരോടും ചേർന്ന് കൊണ്ട് നമുക്ക് ആശീർവാദം സ്വീകരിക്കാം. ഇന്ന് നിക്ഷിപ്തമായിരിക്കുന്ന പൗരോഹിത്യത്തിൻ്റെ അധികാരത്തിൽ നമുക്ക് ആശീർവാദം സ്വീകരിക്കാം. കർത്താവ് നിങ്ങളോട് കൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെല്ലാവരെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. പ്രിയമുള്ളവരെ, നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് ഒന്ന് ചേർന്ന് മുന്നോട്ട് പോകാം. വളരെ പ്രത്യേകിച്ച് നമ്മൾ ഗുഡ്നസ് TV-യിലൂടെ ഇപ്പോൾ ഈ പ്രഭാത വിരുന്നിലൂടെ നമ്മൾ ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് പരസ്പരം പ്രാർത്ഥന ശ്രദ്ധപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോകാം. മരിയം കൂടാതെ അനേകം വിശ്വാസികൾ നമുക്ക് വേണ്ടി ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്നുണ്ട്. നമ്മുടെയും ജപമാലകളിൽ പരസ്പരം അവരെ ഓർക്കാം. പ്രാർത്ഥന സഹായം ആവശ്യമുള്ളവരെ ഓർത്തുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. പ്രാർത്ഥന ഐക്യപ്പെട്ട് മുന്നോട്ട് പോയി ഈശോ നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു.